ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഹിസ്റ്ററിയുടെ ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് നോക്കാം എന്നുള്ളത്. അപ്പം ഡേ 3 എന്താ വെച്ചാൽ ഡേ 1, ഡേ 2, ഡേ 3 നമ്മൾ ഹിസ്റ്ററി PYQസും ഹിസ്റ്ററി SCERT ചാപ്റ്റേഴ്സുമാണ് നോക്കിയിട്ടുള്ളത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഹോട്ട് ടോപ്പിക്സാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും പഠിച്ചിട്ട് 10th പ്രിലിംസിന് പോകാവൂ. ഇത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ടോപ്പിക്കാണ് കേരള നവോത്ഥാന നേതാക്കൾ. കേരള നവോത്ഥാന നേതാക്കൾ നമുക്കറിയാം, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാൾ, അങ്ങനെ കുറേ പേരുണ്ട്. അവർ ജനിച്ച വർഷം മുതൽ അവരുടെ യഥാർത്ഥ നാമം, ജനിച്ച വർഷം, അവർ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ എവിടെയാണ്, അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നോക്കിയിട്ടേ പോകാം. അടുത്താണ് കേരള പ്രക്ഷോഭങ്ങൾ. കേരള പ്രക്ഷോഭങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴശ്ശി വിപ്ലവം, മാർത്താണ്ഡവർമ്മ കുലച്ചൽ യുദ്ധം, അങ്ങനെ കുറേ വിപ്ലവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വർഷങ്ങളും അതേപോലെ അതെവിടെയാണ് നടന്നത്, അതിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാർ ഏത് സ്ഥലങ്ങളിലാണ്, അതിൻ്റെ പിന്നിലുണ്ടായ കാരണം എന്തൊക്കെയാണ്, അതെല്ലാം നോക്കണം. അതേപോലെയാണ് ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ 1857 വിപ്ലവം. അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് നയിച്ചത്, അതിലെ കാരണങ്ങൾ, അതിന് പിന്നീടുള്ള അനന്തരഫലങ്ങൾ, അതെല്ലാം നോക്കണം. അടുത്തയാണ് INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏതൊക്കെ വർഷങ്ങളിലാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് സമ്മേളനം കൂടിയത്, അതിൻ്റെയൊക്കെ നേതാക്കന്മാരായിരുന്നു. പിന്നെ അതിൽ കൂടെ വരുന്നതാണ് ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, അതൊക്കെ നോക്കണം. പിന്നെ അടുത്തയാണ് ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജിയെ വിട്ടൊരു കളിയില്ല നമുക്ക്. എന്ന് വെച്ചാൽ ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങൾ എന്ന് വെച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ്, അങ്ങനെ തുടങ്ങി ദേശീയ പ്രക്ഷോഭങ്ങൾ വരെ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതെല്ലാം നമുക്ക് നോക്കണം. അതാണ് ദേശീയ സമരങ്ങൾ. ദേശീയ സമരങ്ങൾ എന്ന് വെച്ചാൽ ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ള നിസ്സഹകരണ സമരം, പിന്നെ സിവിൽ ഡിസോബിഡിയൻസ് മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, അതെല്ലാം നോക്കണം. അടുത്തന്നെ സംസ്ഥാന പുനഃസംഘടന. ഇപ്പോൾ നമുക്ക് ഏറ്റവും ബേസായിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും സംസ്ഥാന പുനഃസംഘടനയിലെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. സംസ്ഥാന പുനഃസംഘടനയുടെ കമ്മീഷൻ ചെയർമാൻ ആരാണ്, അതുപോലെ അതിനകത്ത് അംഗങ്ങൾ ആരാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള ചോദ്യമാണ്. ബേസ് ക്വസ്റ്റ്യനാണ് അതും പഠിക്കാതെ പോകരുത്. അടുത്തതാണ് സാമൂഹിക സാംസ്കാരിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. എന്നുവെച്ചാൽ രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, സ്വാമി വിവേകാനന്ദൻ, ജ്യോതിറാവ് ഫുലെ, അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ, അവർ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ എന്നുവെച്ചാൽ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അത് ഏത് വർഷമാണ്? പിന്നെ സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം, അതിൻ്റെ വർഷം. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഇവരുടെയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇവർ മുന്നോട്ട് വെച്ച പദ്ധതികൾ, അതെല്ലാം പഠിക്കണം. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സാണ് ഹിസ്റ്ററിയിലുള്ളത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റുള്ള ഹോട്ട് ടോപ്പിക്സ് പഠിച്ചാൽ നമുക്ക് ഹിസ്റ്ററിയിലുള്ള ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് ഷുവറായിട്ടും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ സൺഡേ രാത്രി 8 മണിക്ക് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലിൽ ഈ ഹിസ്റ്ററി ഹോട്ട് ടോപ്പിക്സിൻ്റെ റിവിഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് എന്താണ്? ഈ 3 ദിവസം ഹിസ്റ്ററി ഫുള്ള് പഠിച്ചു കഴിഞ്ഞെങ്കിൽ, ആ SCERT ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞെങ്കിൽ, സൺഡേയിലേക്കുള്ള റിവിഷന് വേണ്ടിയുള്ള പ്രധാന ടോപ്പിക്സാണ് ഇത്. നമ്മൾ പഠിച്ച ഇതിനകത്തെല്ലാം ഇത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ സൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്നും കൂടി ഈ ടോപ്പിക്സ് എല്ലാം നോക്കണം. നമ്മൾ SCERT പഠിച്ച അതിനകത്തെല്ലാം ഇതെല്ലാം കവർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് നമുക്ക് സൺഡേയിലെ റിവിഷനും കൂടി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഒരു മാർക്ക് പോലും പോവില്ല. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് ഇട്ടേപ്പുണ്ട്, SCERT ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോഴും ഇന്ന് ജോഗ്രഫിയാണ്, അത് പഠിക്കണം. എന്നിട്ട് അപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തോടെ ഹിസ്റ്ററി തീരും. വെച്ചാൽ ഞായറാഴ്ച അതിൻ്റെ ഹോട്ട് ടോപ്പിക്സിനെ റിവിഷൻ ചെയ്താൽ ഹിസ്റ്ററിയുടെ ഭാഗം കംപ്ലീറ്റ് ആക്കും. പിന്നെ ജോഗ്രഫി, അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കും. നമ്മൾ ഈ ചാനൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.